ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണം കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് എന്നെ കുറിച്ചുള്ള കുറച്ച് ഗോസിപ്പ് വീഡിയോസ് യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ രസ്ന പ്രതികരിക്കുന്നു. എന്തുകൊണ്ട് താൻ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നില്ല എന്നും തന്റെ ഭർത്താവ് ആരാണെന്നും മകളെ കുറിച്ചും പറയുന്ന വീഡിയോ രസ്ന തന്നെയാണ് പുറത്തുവിട്ടത്. രസ്നയെ ഒളിപ്പിച്ച് താമസിക്കുകയാണ് എന്നായിരുന്നു വാർത്തകൾ. അതിനെക്കുറിച്ച് രസ്ന പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ എന്റെ ഇഷ്ടപ്രകാരം എന്റെ ഇഷ്ടത്തിന് ഞാൻ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്കൊരു മോളുണ്ട്, മോൾക്ക് 2 വയസ്സായി. അതാണ് അതിന്റെ ഫാക്ട്. അല്ലാതെ ഒളിച്ച് താമസിക്കണമെന്നല്ല. രസ്ന പബ്ലിക്കിനിടയിലേക്ക് ഇറങ്ങുന്നില്ല എന്നതായിരുന്നു അടുത്ത ആരോപണം. അതിനും രസ്നയ്ക്ക് മറുപടിയുണ്ട്. ഞാൻ എന്റെ ആവശ്യങ്ങൾക്കെല്ലാം ഞാൻ പുറത്തിറങ്ങുന്നുണ്ട്, യാത്രകൾ പോകുന്നുണ്ട്, സിറ്റിയിൽ വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. അല്ലാതെ പിന്നെ പബ്ലിക് ഫംഗ്ഷനിൽ വരാത്തത് എന്നാരെങ്കിലും വിളിച്ചാലേ എനിക്ക് ഫംഗ്ഷന് വരാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് വിവാഹം ചെയ്ത ആളെ കുറിച്ച് പറയുന്നില്ല എന്ന സോഷ്യൽ മീഡിയ ജീവികളുടെ ചോദ്യത്തിന് രസ്നയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ഞാൻ സെലക്ട് ചെയ്ത ആളെന്ന് പറയുന്നത് പുള്ളി വേറൊരു റിലീജിയനിൽ പെട്ട കക്ഷിയാണ്. അതുകൊണ്ട് തന്നെ എന്റെ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ആർക്കും ഇത് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഒരു പബ്ലിക് ആയിട്ട് ഇതങ്ങ് കാണിക്കാത്തത്. അഭിനയം നിർത്തിയത് ആരോ പറഞ്ഞിട്ടാണ് എന്നുള്ള ആരോപണവും രസ്ന തള്ളി. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്കിനി അഭിനയിക്കാൻ ഇത്ര അഭിനയിച്ചാൽ മതി എന്നുള്ള എന്റെ വ്യക്തിപരമായ എന്റെ മാത്രം തീരുമാനത്തിന്റെ പുറത്താണ് ഞാനിപ്പോ അഭിനയിക്കാത്തത്. കാരണം എന്റെ കുഞ്ഞിന്റെ കൂടെ ഞാനിപ്പോ ഇരിക്കൽ ആവശ്യമാണ്. കൊച്ചുകുട്ടിയല്ലേ. അല്ലാതെ അതിനകത്ത് വേറെ ആരുടെയും ഇടപെടലോ എന്റെ തീരുമാനങ്ങളിലോ എന്റെ ജീവിതത്തിൽ വേറെ ആർക്കും യാതൊരു പങ്കുമില്ല. രസ്നയുടെ പേരിൽ ഒരുപാട് ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്നും എന്നാൽ തനിക്ക് സ്വന്തമായിട്ടൊരു ഫേസ്ബുക്ക് അക്കൗണ്ടോ പേജോ ഒന്നുമില്ല. അതിൽ ആരൊക്കെയോ എന്തൊക്കെയോ ചാറ്റ് ചെയ്യുന്നുണ്ട് എന്നും കേട്ടു. അതിന് ഞാൻ ഉത്തരവാദിയല്ല എന്നും രസ്ന പറയുന്നു. തന്നെ ഏറെ സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് രസ്നയ്ക്ക് പറയാനുള്ളത് ഇതാണ്. ദൈവാനുഗ്രഹത്താൽ ഞാൻ വളരെ സന്തോഷമായിട്ട് വളരെ സമാധാനത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. അതിനകത്ത് വേറെ ആർക്കും ഒരു വിഷമോ ഒന്നും വേണ്ട. ഞാൻ എന്റെ സ്വന്തം തീരുമാനത്തിൽ ഞാൻ വളരെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്.